ഇങ്ങനത്തെ ചൂട് സമയത്ത് ഒരു മഴ കിട്ടിയാൽ ആരായാലും തുള്ളി. മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. മഴയൊക്കെ മഴേന്റെ പാട്ട് നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് വരാം. മൂന്നാമത്തെ സെറ്റിൽ നമ്മുടെ ടീം പറ്റും. ഇവരെ കളി ഒപ്പിച്ചേ 3 കളി നമ്മൾ കളിച്ച് സെറ്റ് ചെയ്യാൻ അറിയില്ല. കയ്യിൽ വെള്ളം പോലും. ഇതാണ് കണ്ടം ക്രിക്കറ്റിലെ മെയിൻ. ഇന്ന് 5 6 ഒക്കെ അടിച്ചു പോലും. ഇന്ന് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അമ്മേന്റെ തിരുവാതിരണ്ട് പോലും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണം. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് പോയേ. ഞാൻ പോയി എന്തെങ്കിലും കുടിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഇവനാണ് ഈ നാട്ടിന്റെ കാവൽക്കാരൻ. ചെറിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ വൺ സെറ്റപ്പ് തന്നെ. അങ്ങനെ ഒരു ചില്ലുടെ ലൈഫ് സ്റ്റോർ ഓടിക്കുമ്പോഴേ എന്റെ മോനെ പോകുന്ന വഴി വരെ തിരിയുന്നു. അമ്പലത്തിലെത്തി നോക്കുമ്പോൾ വൻ പ്രശ്നം. എന്റെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ബോഡി ഗാർഡ്സിനെ കൊണ്ട് നിന്നെ തല്ലിപ്പിക്കുക പറയണേ. അപ്പൊക്കെ തോറ്റ ടീമിന്റെ ക്യാബിനെത്തി പ്രശ്നം പരിഹരിച്ചു. ഉത്സവം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പോയി കുറച്ച് കലാപരിപാടികൾ കാണുന്നുണ്ട്. ഈ 2 തരുടി മണികളെ കുറെ നേരം സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിർത്തി ആ ചെറുക്കൻ മിക്കവാറും സൗണ്ട് ഓപ്പറേറ്റർ ഇറങ്ങി വന്നിട്ട് അടി. അങ്ങനെ കലാപരിപാടികൾ തുടങ്ങി. ആ ചെറുതിന് ഇവരെല്ലാരും കൂടി ചവിട്ടിക്കൂട്ടാണ്ടെന്നാ. ഈ നമ്പൂതിരി എവിടെയാകുമ്പോ ഇതിന്റെ ഇടയിൽ പോണേ. ഇനി പുള്ളിക്കാരന്റെ ബോഡി ഷോ ആയിട്ടുണ്ടാമോ? ഇവിടെയാണെങ്കിൽ മൊത്തത്തിൽ കലോത്സവത്തിൽ വന്ന ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ തിരുവാതിര തുടങ്ങാൻ വേണ്ടി അമ്മ വിളക്കത്തെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. വേഗം ഇത് കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പരിപാടി ഏകദേശം കഴിയാറായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പാണ്ട് ഞാനവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.